ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും നമ്മുടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 2-ലെ ഒന്നാമത്തെ ചാപ്റ്റർ നല്ല അടിപൊളിയായി നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നേരെ രണ്ടാമത്തെ സെക്കൻഡ് ചാപ്റ്റർ. അപ്പോൾ സെക്കൻഡ് ചാപ്റ്റർ ഇൻ സെർച്ച് ദ സോഴ്സ് ഓഫ് വിൻഡ്, കാറ്റിന്റെ ഉറവിടം തേടി. അപ്പോൾ ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ആദ്യത്തെ ഒരു ചോദ്യം, വാട്ട് ആർ ദ റീസൺ ഫോർ വിൻഡ്? അത് എപ്പോഴും കാര്യമായി വരുന്ന ഒരു ചോദ്യമല്ല, പക്ഷേ എങ്കിലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷർ വേരിയേഷൻ ആണ് വിൻഡിന് കാരണമാകുന്ന ഫാക്ടർ. ഇവിടെ തന്നെ ഒരു മാർക്കിന്റെ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം ഞാൻ പറയാം, വാട്ട് ഈസ് ദ ഇൻസ്ട്രുമെന്റ് യൂസിംഗ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അതായത് അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഉപകരണം ഏതാണ്? ആ ഉപകരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഹെക്ടോപാസ്കലും വരാറുണ്ട്, അതേപോലെ തന്നെ മില്ലി ബാർ. നമുക്ക് 2 ടൂൾസ് ഹെക്ടോപാസ്കലും മില്ലി ബാർ എന്ന് പറയുന്ന അതിന്റെ യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് മെർക്കുറി ബാരോമീറ്റർ. അപ്പൊ ഏതാണ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ അത് അതിൽ ഉപകരണം എന്ന് പറയുമ്പോൾ അത് മെർക്കുറി ബാരോമീറ്റർ. പക്ഷെ യൂണിറ്റ് ഏതാണെന്ന് ചോദിക്കും അല്ലെ, വിച്ച് ഈസ് ദ യൂണിറ്റ് ഈസ് യൂസിംഗ് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നൊരു ചോദ്യം വേണമെങ്കിൽ വന്നേക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ 2 കാര്യങ്ങളുണ്ട്, ഹെക്ടോപാസ്കൽ, മില്ലി ബാർ. ഇതിൽ ഏത് എഴുതിയാലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്, ഒന്നില്ലെങ്കിൽ ഹെക്ടോപാസ്കൽ അല്ലെങ്കിൽ മില്ലി ബാർ. ഇനി അടുത്ത ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതായത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് the atmospheric pressure or increase or decrease? അതായത് അന്തരീക്ഷമർദ്ദം മാറി വരും, എല്ലായിടത്തും ഒരേപോലെ അല്ല. അതങ്ങനെ വരാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സുകളുണ്ട്, ഘടകങ്ങളുണ്ട്. അത് ഏതൊക്കെ ഘടകങ്ങളാണെന്നുള്ളത് ചോദിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഓൾട്ടിറ്റ്യൂഡ് ആണ്. അപ്പൊ ഇതിൽ 3 ഫാക്ടേഴ്സ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഓൾട്ടിറ്റ്യൂഡ് വരുന്നുണ്ട്, ടെമ്പറേച്ചർ താപം വരുന്നുണ്ട്, പിന്നെ ഹ്യൂമിഡിറ്റി ആർദ്രത. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെല്ലാം കൂടുമ്പോൾ പ്രഷർ കുറയും, ഇതെല്ലാം കുറയുമ്പോൾ പ്രഷർ കൂടും. അപ്പോൾ ഓൾട്ടിറ്റ്യൂഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും ഓരോ മില്ലി ബാർ വെച്ച് അതിന്റെ അന്തരീക്ഷ മർദ്ദം കുറയുന്നതായിട്ട് നമ്മൾ വേറെ ഒന്നും ഓർക്കണ്ട. ഹൈ റേഞ്ചിലൊക്കെ നമ്മൾ ടൂറ്, ഭയങ്കര ചൂടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഹൈ റേഞ്ചിലൊക്കെ ടൂർ പോവാറില്ലേ? അപ്പൊ എന്താ ഇവിടെ നമ്മള് അല്ലെ ചില്ല് ചെയ്യാനാണ് പോണത്. അപ്പൊ അതേപോലെ ഉയരം കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, താപം കുറഞ്ഞു വരും. അതേപോലെ തന്നെ ടെമ്പറേച്ചർ അങ്ങനെ തന്നെ, ടെമ്പറേച്ചർ കൂടുമ്പോൾ പ്രഷർ അവിടെ കുറയുകയാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ, ഏതൊരു പ്രദേശത്തും ടെമ്പറേച്ചർ കൂടുമ്പോൾ അവിടുത്തെ വായുവിന്റെ വെയിറ്റ്, അതിന്റെ ഭാരം കുറയുകയാണ്. ഭാരം കുറഞ്ഞ വായുവിന് അവിടെ നിൽക്കാൻ കഴിയില്ല. അപ്പോൾ വായുവിന് ഒരിക്കലും അതിന്റെ ഭാരം അന്തരീക്ഷത്തിൽ ചെലുത്താൻ കഴിയില്ല. അപ്പൊ അവിടെ ഒരു ചോദ്യം വരും, 1 മാർക്കിന്റെ ഒരു ചോദ്യം, ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കില്ല വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നൊരു ചോദ്യം ചോദിച്ച സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ലൈക്ക് എനി അതർ മാറ്റർ ഓർ എനി അതർ സബ്സ്റ്റൻസ്, എയർ ഹാസ് വെയിറ്റ്, ദ എയർ എക്സേർട്ട് ഇറ്റ്സ് വെയിറ്റ്സ് ഓൺ ദ എർത്ത് സർഫേസ് ഇസ് കോൾഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് വായുവിന് ഭാരമുണ്ട്, ആ ഭാരം അത് ചെലുത്തുന്നുണ്ട്. ചെലുത്തുന്ന ഭാരത്തെയാണ് നമ്മൾ പ്രഷർ എന്ന് പറയുന്നത്. വായുവിന് ഭാരം കുറയുന്നപ്പോഴാണ് ചൂട് കൂടുമ്പോൾ, താപം കൂടുമ്പോൾ അതിന് ഭാരം കൂടുന്നു, അത് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇത് തന്നെയാണ് ഹ്യൂമിഡിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ, അതായത് അന്തരീക്ഷത്തിൽ വായുവിനേക്കാൾ കൂടുതൽ ഹ്യൂമിഡിറ്റി വരികയാണെങ്കിൽ, നീരാവി വരികയാണെങ്കിൽ, ഇവാപ്പോറേറ്റഡ് വാട്ടർ കണ്ടൻസ് വരികയാണെങ്കിൽ വായുവിന് അവിടെ റോളില്ല, വായുവിന് അതിന് ഭാരം ചെലുത്താനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹ്യൂമിഡിറ്റി ആണെങ്കിലും ടെമ്പറേച്ചർ ആണെങ്കിലും ഓൾട്ടിറ്റ്യൂഡ് ആണെങ്കിലും ഇതെല്ലാം കൂടുമ്പോൾ പ്രഷർ കുറയും, ഇതെല്ലാം കുറയുമ്പോൾ പ്രഷർ കൂടും. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 1 മാർക്കിന് ഒരു ചോദ്യം കാണുന്ന ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണെന്ന് നോട്ട് ചെയ്തേക്കുക. വാട്ട് ഈസ് ഐസോബാർ? അതാണ് സമമർദ്ദ രേഖ. ഇതൊരു ഇമാജിനറി ലൈൻ ആണ്, ജോയിനിങ് ലൈൻസ് കണക്ടിങ് ഹാവിംഗ് ദ ഈക്വൽ പ്രഷർ. അതായത് അന്തരീക്ഷം ഒരേ മർദ്ദം അനുഭവപ്പെടുന്ന മേഖലകളെ തമ്മിൽ കണക്ട് ചെയ്ത് വരക്കുന്ന ഒരു ഇമാജിനറി ലൈൻ, ഒരു സാങ്കല്പിക രേഖയാണ് സമമർദ്ദ രേഖ. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വലിയ ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ്, കാരണം ഒരു 5 മാർക്കിന്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ഒരു 100% ഉറപ്പുള്ള ഒരു ചോദ്യമാണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് അഥവാ ആഗോള മർദ്ദ മേഖല. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇതുപോലൊരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ചിത്രം നിങ്ങൾ നോക്കുക, ഓരോ മർദ്ദ മേഖലയുടെയും ഓരോ പ്രഷർ ബെൽറ്റിന്റെയും പേര് നിങ്ങൾ ഇവിടെ പഠിക്കുക എന്നുള്ളതാണ് ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. രണ്ടാമത്, ഇത് എത്ര ഡിഗ്രിയിലാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ അകത്ത് നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം നോക്കേണ്ടതുണ്ട്, ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. അതിന് 2 പേരിലും കൂടെ അത് അറിയപ്പെടാറുണ്ട്. ഒരു പേര് ഡോൾഡ്രം, അഥവാ മലയാളത്തിൽ പറയുന്നത് നിർവാത മേഖല. കാറ്റ് വളരെ തിരശീലമായിട്ട് ഒരു ചെറിയ രീതിയിലാണ് അവിടെ കാറ്റ് അനുഭവപ്പെടുന്നത്, അതുകൊണ്ടാണ് അവിടെ ഡോൾഡ്രം എന്നുള്ള ഒരു പേര് വരാനായിട്ട്. അതേപോലെ തന്നെ
ചോദിക്കുന്ന മറ്റൊരു പേരുണ്ട് ICTZ അല്ലെ, ITZ, ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജന്റ് സോൺ എന്നും ഇതിനറിയപ്പെടുന്നുണ്ട്. അത് 0 ഡിഗ്രി മുതൽ 5 ഡിഗ്രി വരെ നോർത്തും സൗത്ത് വരെ. ഇക്വേറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്സ് നമ്മൾ പറയുമ്പോൾ 0 to 10 വരെയും വരാമെന്നാണ് പറയുന്നത്. പക്ഷെ ശരിക്കും 0 to 5 2, അതായത് ഉത്തരാർദ്ധഗോളത്തിലായാലും അതേപോലെ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിലായാലും 0 to 5 വരെയാണ് നമ്മൾ ഏകദേശം. പിന്നീട് അത് 10 ഡിഗ്രി വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. അത് അപ്പാരന്റ് മൂവ്മെന്റ് സംഭവിക്കുന്ന സമയത്താണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു ഡിഗ്രി എന്നൊരു നോട്ട് ചെയ്യണം. ചിലപ്പോൾ ഇത് ചിത്രം വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ അതിനെ എത്ര ഡിഗ്രിയിലാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു 5 മാർക്കിന്റെ ചോദ്യമാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് വിൻഡ്, അല്ലെങ്കിൽ കാറ്റിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? കാറ്റിന് ഒരുപാട് സവിശേഷതകളുണ്ട്. ഇപ്പൊ ഗ്ലോബൽ വേരിയേഷൻ ആണ് കാറ്റുണ്ടാകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വിൻഡ് ഉണ്ട്. അതായത് ഒരു ചെറിയ കുഞ്ഞിക്കാറ്റ് മുതൽ കൊടുങ്കാറ്റ് വരെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കടലിൽ നിന്ന് വരുന്ന ഒരു കാറ്റാണെങ്കിൽ അത് സാച്ചുറേറ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രത്യേകതകൾ നിങ്ങൾ നോക്കണം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് the speed and direction of wind. ഇതൊരു 3 മാർക്കിന്റെ ഡയറക്റ്റ്. കാറ്റിന്റെ വേഗതയെയും അതേപോലെ തന്നെ അളവിനെയൊക്കെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അതിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് പ്രഷർ ഗ്രേഡിയന്റ് ഫോഴ്സ് ഒന്നാമതായിട്ട് നമ്മൾ. അപ്പൊ ഈ ഗ്രേഡിയന്റുകൾ വളരെയധികം അടുത്ത്, അതായത് ഒരു സ്റ്റീപ്പായിട്ട് കിടക്കുന്ന ഒരു റീജിയൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രഷർ വേരിയേഷൻ കൂടുതലായിരിക്കും. അതിലൂടെ പോകുന്ന കാറ്റിനും വേഗത കൂടുതലായിരിക്കും. പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രതലത്തിലാണെങ്കിൽ അവിടെ പ്രഷർ വേരിയേഷൻ കാര്യമായിരിക്കും, അപ്പോൾ അവിടെ കുറവായിരിക്കും. അതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ ഒരു ഇങ്ങനെയും ചോദിക്കാം, അല്ലാതെ ഈ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് കോറിയോളിസ് എഫക്ട് അല്ലെങ്കിൽ കോറിയോളിസ് ഫോഴ്സ് എന്നുള്ളത്. കൊറിയോലിസ് പ്രഭാവം എന്നാൽ എന്ത്? അപ്പൊ കൊറിയോലിസ് പ്രഭാവം പറയുമ്പോൾ ഈ ഒരു പ്രഭാവം കണ്ടുപിടിച്ച ഒരു വ്യക്തിയുടെ പേരും കൂടി നമ്മളവിടെ മെൻഷൻ ചെയ്യേണ്ടതാണ്. അഡ്മിറൽ ഫെറല്ലോയിലൂടെയാണ് ഈ ഒരു പ്രഭാവം കണ്ടുപിടിച്ചത്. ഇതിന്റെ അത് പഠിക്കുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, കൊറിയോലിസ് ഫോഴ്സ് അനുഭവപ്പെടുന്നത് എങ്ങനെയാണെന്ന് കൂടെ അറിയണം. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഏതൊരു ഫ്രീലി മൂവിങ് സബ്സ്റ്റാൻസും റൈറ്റിലോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. വലത്തോട്ട് പോകേണ്ടത് ഇടത്തോട്ട് പോകും, ഇടത്തോട്ട് പോകേണ്ടത് വലത്തോട്ട് പോകും. റൈറ്റ് സൈഡിലോട്ട് ഫ്രീഡം കിട്ടുകയാണ് എങ്ങനെ വേണമെങ്കിലും. അപ്പൊ അവർക്ക് അവരുടെ ഇഷ്ടത്തിന് സഞ്ചരിക്കേണ്ടതിന്റെ എതിർദിശയിൽ സഞ്ചരിക്കുന്നതിന്റെ ബലം. അതിൽ നമ്മുടെ ഈ ചിത്രത്തില് അതിന്റെ ഒരു മൂവ്മെന്റ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യാം നോക്കാം. ടെക്സ്റ്റിലൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കാറ്റിന്റെ ദിശയെയും വേഗതയും സ്വാധീനിക്കുന്ന മൂന്നാമതൊരു ഫാക്ടറും കൂടെ ഉണ്ട്, ഫ്രിക്ഷൻ, ഘർഷണം. നമുക്ക് തന്നെ അറിയാം. കാരണം നിരപ്പായ ഒരു പ്രദേശവും ഒരു കാടും നമ്മളൊന്ന് ഇമാജിൻ ചെയ്ത് കഴിഞ്ഞാൽ സെയിം ഫോഴ്സിൽ കാറ്റ് വീശാണ്. എവിടെയായിരിക്കും കൂടുതൽ ഘർഷണം? തീർച്ചയായിട്ടും നിരപ്പായ പ്രദേശത്തൂടെ കാറ്റ് കൂളായി അങ്ങ് പോകും. ഒരു കുഴപ്പമുണ്ടാവില്ല, ആരും തട്ടിത്തടയാനോ ഒന്നുമില്ല. അതേസമയം കാട് പോലെയുള്ള എന്തെങ്കിലും അല്ലെ വസ്തുക്കളൊക്കെ ഉള്ളതാണെങ്കിൽ തട്ടിത്തടഞ്ഞ് കാറ്റിന്റെ സ്പീഡും കുറയും, അവിടെ കൂടുതൽ ഘർഷണം അനുഭവിക്കുകയും ചെയ്യും. ഇനി അടുത്തത് ഒരു ചോദ്യമുണ്ട്, ഡിഫറെന്റ് കാറ്റഗറി ഓഫ് വിൻഡ്. ഇപ്പൊ വിൻഡ് പറയുമ്പോൾ നമുക്ക് വിൻഡ് പറയാം. നമുക്ക് വിൻഡ് എന്ന് പറയുന്നത് എവിടെ നിന്ന് എവിടേക്കാണ്, ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്കുള്ള മൂവ്മെന്റ് ആണ്. ഇങ്ങനെ മൂവ് ചെയ്യുന്ന വിൻഡിനെ തന്നെ നമ്മൾ പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും 3 ടൈപ്പായിട്ടാണ് നമ്മൾ മെയിൻലി ക്ലാസിഫൈ ചെയ്യുന്നത്. ട്രേഡ് വിൻഡ്, വെസ്റ്റേർലീസ് വിൻഡ് ആൻഡ് പോളാർ ഈസ്റ്റേർലി വിൻഡ്സ് എന്ന് പറയുന്ന പോലെ. അപ്പൊ ടൈപ്സ് ഓഫ് വിൻഡ്, അതിൽ തന്നെ നമ്മളിപ്പോ പറഞ്ഞത് പെർമനന്റ് അല്ലെങ്കിൽ പ്ലാനറ്ററി വിൻഡ് ആണ്. അപ്പൊ വിൻഡ് പല ടൈപ്പുകളിൽ വരുന്നുണ്ട്. അപ്പൊ അതിൽ പ്ലാനറ്ററി വിൻഡ് ട്രേഡ് വിൻഡ് ആണ്, വെസ്റ്റേർലി ആണ്, പോളാറിലിസ്റ്റ്. ഇത് ഏത് പ്രഷർ ബെൽറ്റിനിടയിലൂടെ വീശുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ നോക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വെസ്റ്റേർലി അഥവാ പശ്ചിമവാദങ്ങൾക്ക് ഓരോ ഡിഗ്രിയിലും ഓരോ പേര് അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ 40 ഡിഗ്രിയിൽ അതിനറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണെങ്കിൽ 50 ഡിഗ്രിയിൽ അറിയപ്പെടുന്നത് വേറൊരു പേരിലാണ്. 60 ഡിഗ്രി അത് സ്വാഭാവികമായിട്ട് ഓരോ ഡിഗ്രിയിൽ കടന്നു പോകുമ്പോൾ അവിടെ ആ ഒരു ഇതിലെ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ 50 ഡിഗ്രി നാവികന്മാരാണെന്ന് തോന്നുന്നത് ഇങ്ങനെ ഒരു അവരുടെ ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അത്രയും ഒരു ഡീപ് ക്വസ്റ്റ്യനിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ ഒരിക്കലും ഈ പറഞ്ഞ പോലെ 50 ഡിഗ്രിയിൽ അറിയപ്പെടുന്ന പേര്, അപ്പൊ 50 ഡിഗ്രിയിലാണെങ്കിൽ അത് ഫ്യൂരിയസ് 50s എന്നാണ് അറിയപ്പെടുന്നത്, 60 ഡിഗ്രിയിൽ ഷേക്കിംഗ് 60s എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആ പേരുകളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. അതിൽ വരുന്നതാണ് പീരിയോഡിക് വിൻഡ്. വാട്ട് ഈസ് പീരിയോഡിക് വിൻഡ്? കാലികവാദങ്ങൾ, ഓരോ കാലഘട്ടത്തിൽ അനുഭവപ്പെടുന്ന. അപ്പോൾ ഒരു സീസണൽ വിൻഡ് ഇറ്റ്സ് എ പീരിയോഡിക് വിൻഡ്, അല്ലെങ്കിൽ ഡ്യൂണൽ പീരിയോഡിക് വിൻഡ് ഉണ്ട്. ഡ്യൂണൽ പീരിയോഡിക് വിൻഡിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാൻഡ് ബ്രീസ്, സീ ബ്രീസ്, മൗണ്ടൻ ബ്രീസ്, വാലി ബ്രീസ് ഒക്കെ അത് നമുക്ക് പറയാം.
അതേപോലെ തന്നെ സീസണൽ പീരിയോഡിക് വിൻഡ് ഉണ്ട്. അതിന് നമ്മൾ പൊതുവെ പീരിയോഡിക് വിൻഡ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ പറയുന്നതാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, അതൊരു ഷ്യൂർ ക്വസ്റ്റ്യൻ ആണ്. കാരണം അത് നമ്മുടെ 10ാം ക്ലാസ്സിൽ 2 ചാപ്റ്ററിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് മൺസൂൺ വിൻഡ്, അപ്പോൾ മൺസൂൺ കാറ്റുകൾ അല്ലെ. അപ്പൊ ഇവിടെ വരുന്ന ഒരു ചോദ്യമാണ്, മൺസൂൺ വിൻഡിന് അല്ലെങ്കിൽ ആ ഒരു കാറ്റുണ്ടാവാൻ കാരണമാകുന്ന ഫാക്ടർ എന്തെല്ലാമാണ് എന്നുള്ളത്. ആ 3 ഫാക്ടർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ, സൂര്യന്റെ അയനം, കോറിയോലിസ് ഫോഴ്സ്, പിന്നെ ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്, താപത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അത് നോക്കിക്കോണം. അതേപോലെ തന്നെ ഈ കാറ്റ് വീശുന്നതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻ. മൺസൂൺ വിൻഡിന് 2 ടൈപ്പ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സൗത്ത് വെസ്റ്റ് മൺസൂൺ, അതേപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സും നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടുണ്ടാവണം. എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടാവാനുള്ള കാരണം, അല്ലെങ്കിൽ കാരണം നമുക്ക് മനസ്സിലായി, പക്ഷെ അത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഫർദർ ഇൻഫോർമേഷൻ ഉണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ വരുന്നത് ഇന്ത്യൻ ഓഷ്യനിൽ നിന്നാണ്. അപ്പൊ ഇന്ത്യൻ ഓഷ്യനിൽ ഉണ്ടാവുന്ന തണുപ്പും ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഉണ്ടാവുന്ന ചൂടും ഒരു കാരണം, ഡിഫറൻസ് ഇൻ ഹീറ്റിംഗ്. പിന്നെ അത് കടന്നു വരുമ്പോൾ കൊറിയോലിസ് ഫോഴ്സ് മൂലം അത് പോകുന്നത്. പിന്നെ അപ്പാരന്റ് മൂവ്മെന്റ് ആണ് ഇതിന് പ്രധാനമായിട്ട് സംഭവിക്കുന്നത്. സൂര്യന്റെ ആപേക്ഷിക സ്ഥാനം അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ് എന്നതാണ് മൺസൂൺ വിൻഡിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടാവുന്നതിനുള്ള കാരണം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോർത്ത് ഈസ്റ്റ്. ഇതിന്റെ മൺസൂണിന്റെ റിട്രീവിങ്, വിടവാങ്ങൽ എന്നും അതിന് പറയുന്നുണ്ട്. ആ ഒരു ഭാഗം നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ലോക്കൽ വിൻഡ്. ഇവിടെ വരാൻ പോകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇത് ഏതൊക്കെ രാജ്യങ്ങളിലാണ്? പ്രദേശങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് ഓരോ ലോക്കൽ വിൻഡ്സ് പഠിക്കുമ്പോഴും അത് എവിടെയൊക്കെയാണ് വീശുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഞാൻ ചോദിച്ചോട്ടെ, രാജ്യം പറഞ്ഞാൽ മതി. ഇത് ചിനൂക്ക് എന്ന് പറയുന്ന ഈ ഒരു ലോക്കൽ വിൻഡ് ഏത് രാജ്യത്താണ് വീശുന്നത്? ഇത് അമേരിക്കയിലെ റോക്കി മൗണ്ടൻസിലാണ് വീശുന്നത്. അങ്ങനെയാണെങ്കിൽ പർവ്വതങ്ങൾ. ഫോൺ എന്ന് പറയുന്ന ഒരു വിൻഡ് ഉണ്ട്. ഇത് ഏത് രാജ്യത്താണ് വീശുന്നത്? രാജ്യം എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അതിന് എക്സാമ്പിൾ യൂറോപ്പിലെ ആൽപ്സ് മൗണ്ടൻസിലാണ്. ഹർമാറ്റൺ അഥവാ ഡോക്ടർ ഹർമാറ്റൺ എന്നറിയപ്പെടുന്ന ഒരു കാറ്റുണ്ട്. ഇത് ഏത് രാജ്യത്ത്? ഇത് രാജ്യം പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കോണ്ടിനെന്റ് പറയാം. ഏതാണ് അത്? ആഫ്രിക്കയിലാണ്. അതേപോലെ തന്നെ പിന്നെ ബാക്കി 2 ഉണ്ട്, ലൂ ഉണ്ട്, മാംഗോ ഷവർ. അത് നമുക്ക് രാജ്യം തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം, അത് ഇന്ത്യയാണ്, നമ്മുടെ രാജ്യമാണ്. എനിക്ക് തോന്നുന്നു മാംഗോ ഷവർ സൗത്ത് ഇന്ത്യയിലാണ്, നമ്മുടെ വേനൽക്കാലങ്ങളിലാണ് അനുഭവപ്പെടുന്ന മാംഗോ ഷവർ. ഇനി നമ്മുടെ പീരിയോഡിക് വിൻഡിൽ തന്നെ ഡ്യൂണൽ പീരിയോഡിക് വിൻഡ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുന്നത് വളരെ സിമ്പിൾ ആണ്. ലാൻഡ് ബ്രീസ് ഉണ്ട്, സീ ബ്രീസ് ഉണ്ട്, മൗണ്ടൻ ബ്രീസ് ഉണ്ട്, വാലി ബ്രീസ് ഉണ്ട്. ഇത് ഏത് സമയത്ത് വീശുന്നു? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാം. നിങ്ങൾ ഈ ചിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പൊ പകൽ സമയത്ത് ഇപ്പൊ കുറച്ച് ഡാർക്ക് ആണെങ്കിൽ, കുറച്ച് ഇരുട്ടാണെങ്കിൽ അവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അത് പകൽ സമയത്ത് സീ ബ്രീസ് പകൽ സമയത്താണ്. നോക്കിയേ, അത് സീ ബ്രീസ് അല്ലല്ലോ, ലാൻഡ് ബ്രീസ് പകൽ സമയത്താണ്. കാരണം അവിടെ ആ ചിത്രത്തിൽ പകലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ നൈറ്റ് സംഭവിക്കുന്നതാണ് സീ ബ്രീസ്. അതേപോലെ തന്നെ വാലി ബ്രീസ് എന്ന് പറയുന്നത് പകൽ സമയത്താണ്, മൗണ്ടൻ ബ്രീസ് എന്ന് പറയുന്നത് രാത്രിയാണ്. അതാണ് നിങ്ങൾ അവിടെ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇനി ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് കടക്കുകയാണെങ്കിൽ കാറ്റ് വേരിയബിൾ വിൻഡ്സ് ആണ്, അഥവാ സ്ഥിരവാദങ്ങളാണ്. പ്രതിചക്രവാദങ്ങളാണ്, ചുഴലിക്കാറ്റ്. യെസ്. അപ്പോൾ ഇതിൽ അതിൻ്റെ ആ ഒരു ചക്രവാതങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ ആണ് ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ സൈക്ലോൺ എന്ന് പറയുന്നത് അതിനെ ചക്രവാതം എന്നാണ് പറയുന്നത്. അതൊരു കടലിലൊക്കെ ഉണ്ടാകുന്ന ചുഴി പോലെ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ കാണുന്ന ഒരു ചുഴിയാണ്, അല്ലെങ്കിൽ ചുഴലിക്കാറ്റാണ് എന്ന് സൈക്ലോൺ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിലൊക്കെ അടിച്ചുള്ള ഓഖി ചുഴലിക്കാറ്റ് ഒരു സൈക്ലോൺ ആണ്. ഇത് നോർത്തേൺ ഹെമിസ്ഫിയർ, ഭൂമിയുടെ നോർത്തേൺ ഭാഗങ്ങളിൽ ഇത് ആന്റി ക്ലോക്ക് വൈസിലും സദേൺ ഹെമിസ്ഫിയറിൽ ക്ലോക്ക് വൈസിലാണ്. ഇതിന്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഒത്ത നടുക്ക് കേന്ദ്ര ഭാഗത്ത് ലോ പ്രഷറും ചുറ്റും ഹൈ പ്രഷർ. അപ്പൊ പുറമേ നിന്ന് അകത്തേക്കാണ് ഈ കാറ്റ്. നമ്മൾ ആ ഒരു ടേം പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് മറക്കില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കാറ്റ് എപ്പോഴും വീശുന്നത് ഹൈ പ്രഷറിൽ നിന്നും ലോ പ്രഷറിലേക്ക്, ഉള്ളവനില്ലാത്തവന് കൊടുക്കുന്നു പറയുന്ന പോലെ ഹൈ പ്രഷറിൽ നിന്ന് എപ്പോഴും വായു ലോ പ്രഷറിലേക്ക് പോകും. അപ്പൊ അത് ഓർത്തിരുന്നാൽ തന്നെ നമുക്ക് കാറ്റിന്റെ ആ ഒരു ഡയറക്ഷൻ മറന്നു പോകില്ല. അങ്ങനെയാണെങ്കിൽ ആന്റി സൈക്ലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചക്രവാതത്തിന്റെ നേരെ എതിരാണ്. അപ്പൊ പ്രതിചക്രവാതം എന്ന് മലയാളത്തിൽ പറയാം. ഇതിന്റെ ഒത്ത നടുവിൽ ഹൈ പ്രഷറും ചുറ്റും ലോ പ്രഷറും. അപ്പോൾ നമ്മൾ ഈ നമുക്ക് അറിയാൻ പറ്റും എവിടേക്കാണ് ഒരു മത്താപ്പൂത്തിരിയൊക്കെ കത്തുന്ന പോലെ പുറത്തേക്കാണ് അത് വരുന്നത്. ഇത് സൈക്ലോണിന്റെ ഒരു പ്രത്യേകത. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ
ക്ലോക്ക് വൈസ് ഡയറക്ഷനും സദേൺ ഹെമിസ്ഫിയറിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. ആ ഡയറക്ഷൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ ജോഗ്രഫി സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിനെ അപേക്ഷിച്ച് രണ്ടാമത്തെ ചാപ്റ്റർ കുറച്ച് വലുതാണ്. പക്ഷെ ചോദ്യങ്ങളെല്ലാം വളരെ ചെറിയ ചോദ്യങ്ങളാണ് വരുന്നത്. ഇതിൽ വലിയ ചോദ്യങ്ങൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ ബെൽസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഒരു 5 മാർക്കിന്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ പോലെ നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ വിൻസ്, കാറ്റുകളെ കുറിച്ച്, കാറ്റിന്റെ ഫീച്ചേഴ്സ്, കൊറിയോലിസ് ഫോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വലുതായിട്ട് വരുന്നുണ്ട്. പിന്നെ ലോക്കൽ വിൻഡ്, മാച്ച് ദ ഫോളോയിങ് ആണ് കൂടുതലും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലപോലെ നിങ്ങൾ വായിച്ചിട്ട് വേണം നമ്മുടെ എക്സാമിന് റെഡിയായിട്ട് വരാനായിട്ട്. അപ്പൊ എല്ലാ കുഞ്ഞുമക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.